അല്ലാഹ് തീരു പേരും തുതിയും ചൊല്ല് അല്ലാഹ് തീരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൻ അരുളാലേ ആയ മുഹമ്മദാവർ കീള അണോവർ എല്ലാ കീളയിലും ബൻ കീള ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ. ആ മഹാനവർക്കല്ലി എന്നാണ് ജനിച്ചത് എന്നറിയുമോ? ആർക്കെങ്കിലും അറിയാമോ? താരീഖ് 470 ചൊന്ന നാൾ എന്ന്. താരീഖ് 470 ചൊന്ന നാൾ കൈലാനി എന്ന നാട് തന്നിൽ പിറന്നോവർ. താരീഖ് അത് മുഹീദ്ദീൻമാലയിലുള്ള ഒരു വരിയാണ്. എന്ത്? താരീഖ് 470 ചൊന്ന നാൾ, അതായത് 470ാമത്തെ കൊല്ലത്തിലാണ് ആര് ജനിച്ചത്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്ത് 470? അള്ളാഹുവിന്റെ ഹബീബായ, മനസ്സിലായില്ലേ? ഇനി മറക്കരുത് മോനെ. എത്രാമത്തെ വർഷത്തിലാണ് ഹിജറയുടെ എത്രാമത്തെ വർഷത്തിലാണ് മഹാനായ ശൈഖ് അവർകൾ ജനിച്ചത്? 470. എന്ത് 70? ഹിജറയുടെ 470. എന്തിന്റെ 470? ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ? യാത്രയാ. ആരുടെ യാത്രയാ? ഇവിടുത്തെ മക്കളൊക്കെ നല്ല കുട്ടികളാട്ടോ. അല്ലാഹു തആല നമ്മളെ ഉസ്താദുമാർക്കൊക്കെ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉസ്താദുമാർക്കും അല്ലാത്തവർക്കൊക്കെ ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹിജറയുടെ 470ാമത്തെ കൊല്ലം. ഹിജറ എന്ന് പറഞ്ഞാൽ ആരുടെ യാത്രയാ? പറ, ശരിയാണ്, അതന്നെ. സ്വല്ലല്ലാഹു അലൈഹി, ആ കുട്ടിയാ പറഞ്ഞത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയാണ് അല്ലേ? ആരെ പറഞ്ഞത്? പറഞ്ഞാൽ കൈവെക്കോ? നല്ല മറുപടിയാണ്. ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണം ആദ്യമായിട്ട്. അവനാ പറഞ്ഞ റസൂലുള്ളാഹിയുടെ യാത്രയാണ്. ഹറേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ തക്കോവർ ഹമിദരും മിക്കോർ സ്വഹാബികളും ഒക്ക ഇരിക്കുമ്പോഴുതിൽ ഇരിക്കും പൊഴുതിൽ ജാസൂസോരുത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളായി, വിശേഷം വീരുത്തി പൊരുളായി. കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി, പക്ക മദീന തണവായി. ഹേറേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ. ഹഖാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി പുറപ്പെട്ടു. എവിടെ എത്തിച്ചേർന്നു? മദീന മേ പഹുഞ്ച. എവിടെ എത്തിച്ചേർന്നു? അത് ആ കുട്ടി ആദ്യം പറഞ്ഞത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയാണ് ഹിജറയുടെ യാത്ര. ആ ഹിജറ കഴിഞ്ഞിട്ട് 470ാമത്തെ കൊല്ലത്തിലാണ് ആര് ജനിച്ചത്? മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ കുട്ടി ഒന്ന് വരട്ടെ, ഒരു സമ്മാനം കൊടുക്കാനാണ് കേട്ടോ. നല്ല ഉത്തരം പറയുന്ന കുട്ടികൾക്കൊക്കെ നല്ല സമ്മാനം കൊടുക്കും. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഉസ്താദെ കൊടുക്കല്ലേ സമ്മാനം?
അല്ലാ നമ്മളെ ബഷീർ ഉസ്താദിനും ഉസ്താദിന്റെ 2 ഉസ്താദന്മാരെ കൈകൊണ്ട് കൊടുക്കലേ. ഇതിന്റെ ഉള്ളിൽ ക്യാഷാണ്, സമ്മാന ക്യാഷ് അവാർഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിക്ക്. ഈ കുട്ടി യുവർ നെയിം അല്ലാ അൽ അമീൻ. ഇവിടുത്തെ ഒരു സ്കൂളുണ്ട് അങ്ങനെ അൽ അമീൻ എന്നുള്ള പേര്. ഈ കുട്ടിന്റെ പേരാണ്. ഈ സ്കൂളിന്റെ പേരും ഈ കുട്ടിന്റെ പേരും അൽ അമീനായ റസൂലുള്ളാന്റെ പേരാണ്. യുവർ ഫാദേഴ്സ് നെയിം സലാഹുദ്ദീൻ. ഇവിടെ ഉണ്ടപ്പോ എവിടെ പോയി? കാരാളിമുക്കിലാണ്. അൽഹംദുലില്ലാ. നാളെയെങ്കിലും ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ കാരാളിമുക്കിൽ നിന്ന് വളരെ ദൂരമുള്ള മുകുന്ദപുരത്തേക്ക് യാത്രയാകാൻ, തീർത്ഥയാത്രയാകാൻ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ സമ്മാനാണ് ഈ കുട്ടിക്ക്. എത്രാം ക്ലാസ്സിലാണ് സ്കൂൾ പഠിക്കുന്ന മോനെ? 4ാം ക്ലാസ്. എല്ലാവരും ഉത്തരം പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിയുടെ യാത്ര എന്ന് ആ കുട്ടി പറഞ്ഞതുകൊണ്ട് ആ സമ്മാനം കൊടുത്തത്. അങ്ങനെ റസൂലുള്ള മദീനയിൽ നിന്ന്, എവിടെന്ന്? മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ പോയി. ഈ കേശവാട് തന്നതൊരു പ്രിയപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് എന്നാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മരണപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയുടെ ഹദറത്തിലേക്ക്, മരണപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയുടെ ഹദറത്തിലേക്ക്, ഉമ്മയുടെ പേര് സാറ ഉമ്മ എന്നാണ്, അദ്ദേഹത്തിന്റെ ബാപ്പാടെ പേര് മുഹമ്മദ് കുഞ്ഞി എന്നാണ്. അല്ലാഹു ആ മാതാവിന്റെയും പിതാവിന്റെയും ഹദറത്തിലേക്ക് ഈ സദഖയുടെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ എല്ലാവരുടെയും മാതാപിതാക്കളുടെ ഖബർ ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയതിന്റെ 470ാമത്തെ കൊല്ലത്തിലാണ് അവർ ജനിച്ചത്. ഇനി അവർ വഫാത്തായത് ഹിജറയുടെ 561ാമത്തെ കൊല്ലത്തിലാണ്. എത്ര? 561ാമത്തെ കൊല്ലത്തിലാണ്. അപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 884 വർഷം കഴിഞ്ഞു. ആര് വഫാത്തായിട്ട്? മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവര് എത്ര വർഷമാണ് ജീവിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? 561 വഫാത്തായി, 410 ജനിച്ചു. അപ്പൊ എത്ര വർഷമാണ് അവര് ജീവിച്ചത്? ശരിയാണ്, പറ. 91 വയസ്സ് വരെ ജീവിച്ചു. ആര്? ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്നിട്ട് ജീലാനി ശൈഖ് തങ്ങളെ ഒന്നാമത്തെ മദ്ഹ് പറയാണ്. ഈ മാല എന്ന് പറയുന്നത് 500ഓളം കൊല്ലം മുമ്പ് കോഴിക്കോട് ഖാദിയായിരുന്ന കോഴിക്കോടത്തുറ തന്നിൽ പിറന്നവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തവർ. കോഴിക്കോട് ഖാദിയായ വലിയ പണ്ഡിതനായ വലിയ ഇമാമായ 500ഓളം കിതാബുകൾ ഉണ്ടാക്കിയ മഹാനാണ് ആര്? ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അവരാണ് ഈ ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ മാല ക്രോഡീകരിച്ചത്. എന്നിട്ട് മഹാൻ പറയാണ്, ആദ്യമായിട്ട് പറയാണ്, അലം ഉടയവൻ ഏകൽ അരുളാലെ ആയേ മുഹമ്മദ വർക്കീല ആണോവർ എല്ലാ കീലയിലും ബൻകീല ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ. ശൈഖ് അവർകളെ ഒന്നാമത്തെ മഹത്വം പറയുന്നത് എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ആയ മുഹമ്മദ് അവർ കിളാണോ? അവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിളയാണ്. അവർ റസൂലുള്ളാഹിന്റെ കിളയാണ്. കിള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, റസൂലുള്ളാഹിന്റെ പേരമക്കളിൽപ്പെട്ടവരാ. ആരാ? റസൂലുള്ളാഹിന്റെ മോളായ ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയാണ്. അതെ, മകളുടെ മക്കൾ അത് പരമ്പരയാവുക എന്നുള്ളത് അത് റസൂലുള്ളാഹിന്റെ സവിശേഷതയാണ്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവരെ മക്കളിലൂടെയാണ് റസൂലുള്ളാഹിന്റെ പരമ്പര ഇവിടെ നിലനിൽക്കുന്നത്. അത് ഹബീബായ തങ്ങളുടെ ഒരു സവിശേഷതയാണ്. അതിന് റസൂലുള്ളാഹിക്ക് മക്കൾ പരമ്പര നിലനിൽക്കുമോ? നിലനിൽക്കുമോ? നിലനിൽക്കും.
നിലനിൽക്കും എന്ന് പറയുന്നതാണ് ശരി. ഒരു കുട്ടി ഇല്ല എന്ന് പറഞ്ഞു, അത് സാരല്ല, അറിയാത്തതുകൊണ്ട് പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ. തെറ്റിയാ പിന്നെ അവനാണ് അറിയുന്നതല്ല, അവനവനക്ക് പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിന്റെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ഏതെവിടെ? ഖുർആനിൽ എവിടെ ഉള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله عز وجل سبحانه وتعالى. അല്ലാഹു പറയാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, അവിടുത്തെ മക്കള് പരമ്പര മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞവൻ, അവിടുത്തെ മക്കള് പരമ്പര നിലനിൽക്കൂല എന്ന് പറഞ്ഞവൻ, ആ മുഹമ്മദിന്റെ മക്കളൊക്കെ നശിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പഴി പറഞ്ഞവൻ, ഹുവൽ അബ്തറു, അവൻ നശിച്ചവനാണ്. റസൂലുള്ളാഹിയുടെ പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞവൻ, മുഹമ്മദിന് മക്കള് പരമ്പര കൊണ്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവൻ, അവൻ ആരാണ്? ഹുവൽ അബ്തറു, അവൻ പരമ്പര മുറിഞ്ഞവനാണ്. അതാരാണ്? റസൂലുള്ളാഹിന്റെ കാലത്ത് പറഞ്ഞതാരാ? ആരാ മുഅ്മിനീങ്ങളെ? അവന്റെ പേരാണ്, ആ ദുഷ്ടന്റെ പേരാണ് ആസി എന്ന് പറയും. എന്താ പേര്? ആസി ഇബ്നു വാഇൽ. വാഇലിന്റെ മോനായ ആസിയാണ്. മറക്കരുത് രക്ഷിതാക്കളെ. അവനാണ് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ മക്കള് പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് മക്കള് പരമ്പര നിലനിൽക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവാണ് മറുപടി പറയുന്നത്. എന്ത്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ചില ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സയ്യിദന്മാരൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഖുർആൻ പണ്ഡിതനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറയാണ്, ആലമുടയവൻ ഏകല്ലരുളാലെ ആയ മുഹമ്മദ് അവർ കിളാണോവർ. പിന്നെ പറയാണ്, എല്ലാ കിളയിലും വൻകിള ആയോവർ. എല്ലാ കുടുംബത്തിലും വലിയ മഹത്വമുള്ള കുടുംബമാണ് ആരുടെ കുടുംബം? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം. അതുകൊണ്ടാ മുഹീദ്ദീൻ ശൈഖിനെ ഒന്നാമത്തെ മഹത്വം മാലയിൽ പറഞ്ഞത്, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. മുവെട്ടിക്കെട്ട് തട്ട് നട്ട് ലാമിലുൾ മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ. മുവെട്ടിക്കെട്ട് തട്ട് നട്ട് ലാമിലുൾ മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ. ചൊവ്വെഞ്ചറിഞ്ഞ് തഞ്ചമില ലീടും ജീലാനി, ചൊവ്വെഞ്ചറിഞ്ഞ് തഞ്ചമില ലീടും ജീലാനി, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. പ്രകൃത ശുദ്ധ മദ് ശദ് നിർദവൃതമാം പ്രസംഗമെങ്ങും തിങ്ങിപ്പൊങ്ങി ഭംഗിരംഗമായി. പ്രകൃത ശുദ്ധ മദ് ശദ് നിർദവൃതമായി പ്രസംഗമെങ്ങും തിങ്ങിപ്പൊങ്ങി ഭംഗിരംഗമായി. പ്രവർത്തനത്തിലെത്തി തുതിത്തഭിമാനി, പ്രവർത്തനത്തിലെത്തി തുതിത്തഭിമാനി, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി.
ദോഷി എനിക്കുൾ മാപ്പ് വീസു വീസുലേശമേ ദയ്യാന ദയാ ചെയ് ഗനി ഹയ്യുൽ ഖയ്യൂമേ ദോഷി എനിക്കുൾ മാപ്പ് വീസു വീസുലേശമേ ദയ്യാന ദയാ ചെയ് ഗനി ഹയ്യുൽ ഖയ്യൂമേ ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. അപ്പൊ എത്ര കൊല്ലം അവർ ജീവിച്ചത് ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും. എത്രാമത്തെ വയസ്സിലാ ശൈഖ് അവർകൾ വഫാത്തായത്? 91. അല്ലാ, നമ്മളെ സലാഹുദ്ദീന്റെ മോന്റെ ഉത്തരം നല്ല ഉത്തരം. എന്താ കുട്ടിന്റെ പേര് പറഞ്ഞു ഉസ്താദ്? അൽ അമീൻ. അല്ലാ, നല്ല അവൻ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ. മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോഴല്ലാതെ എണീക്കാൻ പാടില്ല. അല്ലാഹു തആല നല്ല നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും നമ്മളെ സലാഹുദ്ദീന്റെ മകൻ ഉത്തരം പറയും പോലെ ആ വാപ്പ ഇവിടെ ഇല്ലാത്ത വല്ലാത്തൊരു ദുഃഖമായി പോയി അല്ലേ? ദുഃഖം ആയി. കാരണം മോന് സമ്മാനം ഉസ്താദുമാരൊക്കെ ഈ സദസ്സിൽ വെച്ചിട്ട് ശൈഖ് അവർകളുടെ മദ്ഹ് പറയണ മാല പാടുന്ന പാടിപ്പറയണ ഈ മജ്ലിസിൽ വെച്ചൊരു സമ്മാനം കൊടുത്തപ്പോൾ ആ വാപ്പ ഇവിടെ ഇല്ലാതായി പോയി എന്നുള്ളത് വല്ലാത്തൊരു ദുഃഖം ആയി. അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് ആ ദുഃഖം പരിഹരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അപ്പോ നിങ്ങൾ നോക്കി പിന്നെ പറയാ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായോ ബാവയും ആണോവർ. സുൽത്താനുൽ ഔലിയ അവരെ സ്ഥാനപ്പേരാണ് സുൽത്താനുൽ ഔലിയ. ഔലിയാക്കന്മാരെ രാജാവാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങൾ? അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരാണ് അല്ലേ? അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അതിന്റെ മുറ പോലെ ചെയ്യുന്നവരാണ് ആര്? ഔലിയാക്കന്മാര്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് മുത്തഖീങ്ങളല്ലാതെയല്ല, അതായത് മുത്തഖീങ്ങൾ മാത്രമാണ്. ആ ഔലിയാക്കളെ സുൽത്താനാണ് ആര്? മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. നിങ്ങൾ അടക്കൊന്ന് സഹകരിക്കണം. ആരാണ് ആ സുൽത്താൻ? ആരാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ലേ? അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ആദരവോടെ നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മുടെ നാവിനൊരു ബറക്കത്ത് ഉണ്ടാവും. നമ്മളെ നാവിൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാകും. അത് ആ ദിക്ർ ചൊല്ലിയിട്ട് വിജയിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുൽ മശായിഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സിർറഹുൽ അസീസ് ഖദ്ദസല്ലാഹു സിർറഹു. അപ്പൊ പിൽക്കാലത്ത് ദീനുൽ ഇസ്ലാം നശിച്ചപ്പോ അല്ലാഹു തആല ശൈഖ് അവർകളിലൂടെ ഇസ്ലാമിനെ രണ്ടാമത് ഹയാത്താക്കിയിട്ടുണ്ട്. എന്നാൽ മുഹീദ്ദീൻ ശൈഖിനെ പോലെയുള്ള ഔലിയാക്കന്മാരെക്കാളൊക്കെ അതിനേക്കാളും വലിയ ഔലിയാക്കൾ ആരുമില്ലേ? ഉണ്ട്. മുഹീദ്ദീൻ ശൈഖിനെക്കാളും റിഫായി ശൈഖിനെക്കാളും അതേ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളെക്കാളും മയ്യത്ത് തഴവ ഉസ്താദ് പാടിയില്ലേ? മയ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാനാ ശൈഖ് അഹ്മദുൽ ബദവിയു യാ ഇഖ്വാനാ. തഴവ ഉസ്താദിന്റെ നാട് കൊല്ലം ജില്ലയാണ്. തഴവ ഉസ്താദിനെ കണ്ടവരായ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ? അൽഹംദുലില്ലാഹ്. നമ്മൾ അസ്ഹർ സാഹിബ് ഉണ്ട്. അദ്ദേഹം അല്ലേ? നിങ്ങളെ പേര് എന്താ പേര് മറന്നല്ല? നിങ്ങളെ റഷീദ് സാഹിബ് അല്ലേ? ഷാജഹാൻ. വേറെ ആരാള്? അതാ അവിടെ ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാഹ്. തഴവ ഉസ്താദിന്റെ കൂടെ നമ്മൾ എല്ലാവരും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. തഴവ ഉസ്താദ് പാടുകയാണ് മയ്യിത്ത് കുളി സ്വന്തം കുളിച്ച മഹാനാ ശൈഖ് അഹ്മദുൽ ബദവിയു യാ ഇഖ്വാനാ. അഹ്മദുൽ ബദവി തങ്ങളെക്കാളും മുഹീദ്ദീൻ ശൈഖിനെക്കാളും റിഫായി ശൈഖിനെക്കാളൊക്കെ വലിയ ഔലിയാക്കന്മാരാണ് ആര്? സ്വഹാബികൾ. ആര്? ഔലിയാക്കളുടെ ലീഡർമാരാണ് ആര്? നേതാക്കളുടെ നേതാക്കന്മാരാണ് ആര്? സ്വഹാബികൾ. ആ ഒരു ധാരണ നമ്മൾ ഖൽബിൽ നല്ലോണം ഓർക്കണം. സ്വഹാബത്തിനേക്കാളും വലിയ വലിയാണോ മുഹീദ്ദീൻ ശൈഖ്? അല്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ
റസൂലുള്ളാഹിയുടെ തിരുസന്നിധിയിൽ ഈമാനോടുകൂടി ഒറ്റ സെക്കൻഡ് ഇരുന്നാൽ തങ്ങൾ സ്വഹബാരും എഴുന്നള്ളും അതിർപ്പം എന്താം ഉഗമ തന്നവർ നെടുകൊടുവാർ സുശന്തതിൽ തിന്നമ തെളിവൊളിവാ ഈ ബന്ധത്തിൽ പിണ്ണൂരപ്പ് വനി അഖീഖിൽ ബന്ധിടൈ സൈറയത്തരുണിനും ഹുലൈഫത്തന്റെ തലമിൽ പാർത്താൻ അവിടം തനശ് മുതിർന്നു മുളർന്നിടുവ ചൊങ്കിൽ സജ സജ തല തെറ്റി പുറത്തുടനെ നബിയാർ ചുമട്ടോട്ട് നെടലുകളുമാകെത്തിടും എവിടെമെണ്ടറിവതിനായി വിളിത്തുടൻ നബി ഇരു സഹബരിലെ വീട്ടിടെ സുർഅത്താലുളർന്നവർ പരദീപം ദേ തരുളരിൽ ചൊന്നാർ അവർ വന്നിടുമേ നിടമെന്നൊരു കന്നമിലേ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടാണ് തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ. ആ സ്വഹാബത്തിന്റെ അതിർപ്പം, ആ സ്വഹാബത്താണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാർ. ഏറ്റവും വലിയ ഔലിയാക്കളുടെ ലീഡർമാരുടെ ലീഡർമാർ ആരാണ്? നേതാക്കളുടെ നേതാക്കന്മാർ ആരാണ്? അവര് സ്വഹാബികളാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവ് ആരാ? അതാ ആ കുട്ടിയാണ്, നേരത്തെ സമ്മാനം വാങ്ങിയ കുട്ടിയാണ്. അതിൻ്റെ ഒക്കെ ഉത്തരം പറയുന്നത് എല്ലാവരും ദിക്ർ ചൊല്ല്. നാവേറ് തട്ടാതിരിക്കാൻ, കണ്ണേറ് തട്ടാതിരിക്കാൻ. എന്താ ദിക്ർ? ചെല്ലു മോനെ. മോനെ എന്ന് പറഞ്ഞാല് എന്നെ പോലെ താടി മീശൻ നരച്ച ആൾക്കാർക്കൊക്കെ അത് ബാധകമാണ്. അവരൊക്കെ മോനാണ്, അവരൊക്കെ വരെ വാപ്പാന്റെ മോനാണ് അല്ലേ? എന്റെ ഉമ്മ എന്നെ ഇപ്പോഴും വിളിക്കാറുള്ളത്, ഇന്നും വിളിച്ചു മോനേന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ചെല്ല് മാഷാ അല്ലാഹ്, ചൊല്ല് ചൊല്ല് മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആർക്കും ഒരു നാവേറ് തട്ടരുത്, കണ്ണേറ് തട്ടരുത്, ചൊല്ലിക്കോ. എന്തില്ല ഖുവത ഇല്ലാ ബില്ലാഹ്. തഴവ ഉസ്താദ് പറയാണ്, ദാരിദ്ര്യരോഗം, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. ആ ലേഹ്യം സേവിക്ക്. ഏത് ലേഹ്യം? ലാ ഹൗല ലേഹ്യം ഫുള്ളായിട്ട് സേവിക്ക്, സേവിക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബാവാ മുതുവിന് ഖുതുബായി വന്നോവർ. എന്താ അതിന്റെ അർത്ഥം? ഈ കൊട്ടുകാടുള്ള മുഅ്മിനീങ്ങൾ, മുകുന്ദപുരത്തുള്ള മുഅ്മിനീങ്ങൾ കുറെ കാലമായിട്ട് ചെല്ലുന്നുണ്ട്. എന്ത്? ബാവാ മുതുവിന് ഖുതുബായി വന്നോവർ. ഷാജാൻ സാഹിബ്, നിങ്ങൾക്ക് വല്ല അതിന്റെ അർത്ഥം മനസ്സിലായോ? ബാവ മനസ്സിലായോ? ആ മനസ്സിലായി എന്നാ പറയണത്. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. ഖൈർ ആയെങ്കിൽ ഖൈർ, അഭിനന്ദനാർഹം. ബാവ എന്ന് പറഞ്ഞാൽ ആരാ? ബാവ കോൻ ഹേ? മുത്തുനബി. മുത്തുനബി ബാവയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച ബാവ മുത്തുനബി അല്ല. ബാവ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയാൽ, ഈ ഉസ്താദ് ഗൾഫിൽ പോയിട്ടില്ലേ? പടച്ചോനെ ഗൾഫിക്ക് പോയിട്ടില്ല എന്നാ പറയണത്. പോയാലും വേണ്ടിയില്ല, പോയില്ലെങ്കിലും വേണ്ടിയില്ല. മക്കത്ത് പോകാൻ, മഖബൂലായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചെയ്ത ഉംറകളെല്ലാം കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. ബാവ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറബികൾ പറയൂലേ? എന്താ പറയാ? ബാവ എന്ന് പറയും. ബാവ ഹഗ്ഗി മാഫി മൗജൂദ്, ബാവ ഫിൽ ബൈത്ത് മാഫി മൗജൂദ്. ബാവ എന്ന് പറഞ്ഞാൽ ബാപ്പ എന്നതിന്റെ അർത്ഥം. അത് ശുദ്ധമായ അറബി ഒന്നുമല്ല. ഞങ്ങൾ മലപ്പുറത്തുകാർ മലയാളം പറയുമ്പോലുള്ള ഒരു അറബിയാണത്. മലപ്പുറത്തുകാർ മലയാളം പറയും കജ്ജി വേദനായിട്ട് ബെജ്ജാന്ന്. മനസ്സിലായോ? കൈ വേദനായിട്ട് വയ്യാൻ. അതിന് പഴയ ഒറിജിനൽ മലപ്പുറം ഭാഷയാണ് കജ്ജി വേദനായിട്ട് ബെജ്ജാൻ എന്ന് പറഞ്ഞ പോലെ. അതുപോലെയാണ് യഥാർത്ഥ മലയാളത്തിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയി. അതുപോലെയാണ് ഈ ബാവ എന്ന് പറഞ്ഞാൽ. ഏതായാലും ബാവ എന്ന് പറഞ്ഞാൽ അർത്ഥം ബാപ്പ എന്നാണ്. ആരുടെ ബാപ്പ? മുഹീദ്ദീൻ ശൈഖിന്റെ ബാപ്പാനെ പറ്റിയാണ് പറയുന്നത്. ബാവ മുദ്ദുവിന് ഖുതുബായി വന്നോവർ ബാനം മദലീലോ കേളി മികച്ചോവർ. ബാവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാപ്പ എന്നാണ്.
അൽഹംദുലില്ലാ ഷാജാൻ സാഹിബ് പറഞ്ഞ് ബാവ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനാണ്. പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്നറിയോ? ബാപ്പയാണ്. ആരുടെ ബാപ്പ? മുഹീദ്ദീൻ ശൈഖിന്റെ ബാപ്പാന്റെ മുതുകിന് ഖുതുബായി വന്നോവർ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരെ ഉമ്മയുടെ ഗർഭാശയത്തിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ അവരെ ബാപ്പയുടെ തലയിൽ ആ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ബാപ്പാന്റെ തലയിൽ മുതുകിൽ ആയ സമയത്ത് തന്നെ ഖുതുബായി വന്നോവർ ഔലിയാക്കളെ ലീഡറായ ഖുതുബ് എന്ന പദവി എത്തിച്ചേർന്നിട്ടുണ്ട്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെ? ബാവാ മുതുവിന് ഖുതുബായി വന്നോവർ. പിന്നെ പറയാണ് ബാനം അതേളിയിലും കേളി മികച്ചോവർ. ബാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാനം എന്ന് പറഞ്ഞാൽ വാനം, ആകാശം. ആകാശത്ത് ഏഴിലും 7 ആകാശത്തും കേളിയുണ്ട്. അവർക്ക് പേരുണ്ട്, അവർക്ക് പ്രശസ്തിയുണ്ട്. അതാര് പറഞ്ഞതാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉള്ളതാണ്, സ്വഹീഹായ ഹദീസാണ്. ഒരടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ, ഒരടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. എവിടെ? ആകാശ ലോകങ്ങളിൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. 7 ആകാശങ്ങളിലും 7 ഭൂമികളിലും വിളിച്ചു പറയപ്പെടും. എന്ത്? അതേ കൊട്ടുകാട് എന്ന് പറയുന്ന നാട്ടിലുള്ള മുകുന്ദപുരത്തുള്ള ഇന്നാലിന്നയാളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫഅഹിബ്ബൂഹു, അദ്ദേഹത്തിനെ നിങ്ങളെല്ലാവരും ഇഷ്ടം വെക്കണേ എന്ന് ബഹുമാനപ്പെട്ട മലായിക്കത്ത് ആകാശലോകത്ത് വിളിച്ചു പറയുമെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹീദ്ദീൻ ശൈഖിനെ അല്ലാഹ് ഇഷ്ടപ്പെട്ടപ്പോഴ് ആകാശലോകത്ത് വിളിച്ചു പറഞ്ഞു. അവർ ജനിക്കുന്നതിന്റെ മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ചില ആളുകൾക്ക് സംശയം, അതെങ്ങനെ ഉണ്ടാവുക? ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവോ? ഉണ്ടാകും. ഉണ്ടാവൂലേ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി ജനിച്ചപ്പോഴും അതിന്റെ മുമ്പും മഹത്വമുണ്ടെന്ന് പറഞ്ഞതാരാ? പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈസാ നബിയുടെ ഉമ്മയുടെ പേരെന്താ മക്കളെ, മുഅ്മിനീങ്ങളെ? മറിയം റളിയല്ലാഹു അൻഹ. അല്ലേ? മറിയം ബീവി എന്നാണ്. ഈസാ നബിയുടെ ഉമ്മാക്ക് മഹത്വമുണ്ട്. ഈസാ നബിയുടെ ഉമ്മാക്ക് മഹത്വമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മാടെ മഹത്വം പിന്നെ പറയാനുണ്ടോ? എന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഉമ്മയാണ്. എന്റെ ഉമ്മ ചെറുപ്പത്തിൽ, ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് പാടാറുണ്ട്. ഞാനന്ന് കേട്ടുപഠിച്ചതാണ്. ആ കുട്ടി SLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ആ മോനെ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് വിചാരിച്ചതാണ്. ഇങ്ങോട്ട് വാ, അള്ളാഹു ആ കുട്ടിക്ക് നല്ല വിജയം നൽകണേ അള്ളാഹ്. നിങ്ങളൊക്കെ എണീച്ചു പോയാൽ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ പോകല്ല മോനെ. അള്ളാഹു ആ കുട്ടിക്ക് നല്ല ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. എന്താ പേര് മോനെ? നല്ല കുട്ടിയാണ്. അവന് സുബൈക്ക് വരാറുള്ള കുട്ടിയാണല്ലോ ഉസ്താദെ. അള്ളാഹു കബൂലാക്കേ. ഉറക്കപ്പറ യുവർ നെയിം. അൽത്താഫ് ആയിക്കോ. മൂത്രമൊഴിക്കാൻ പോവാണ്, അത് കുഴപ്പമില്ല. പോയിക്കോ, അത് പോകൽ ഫർള് ഐനാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ദാഹം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നാൽ മതി. മറ്റേതോ ഇടങ്ങാറായി പോകും. കാരണം ഞാനും മൂത്രമൊഴിക്കുന്ന ആളാണ്. കാരണം നമ്മളൊക്കെ ആരാണ്? മനുഷ്യന്മാരാണ്. ആരാ മൂത്രമൊഴിക്കാത്തത് മോനെ? ആരാ മൂത്രമൊഴിക്കാത്തത്? അത് തന്നെ. മലക്കുകൾ മൂത്രമൊഴിക്കൂല, മലക്കുകൾ കല്യാണം കഴിക്കൂല, വിവാഹം കഴിക്കൂല. അങ്ങനത്തെ പരിപാടി ജാമഉ എന്നുള്ള ഫിഅല് സർഫാക്കൂല. അങ്ങനത്തെ ഒരു സംഗതി മലക്കുകൾക്കിടയിൽ ഇല്ലാത്തതാണ്. അല്ലാഹു തആല നമ്മൾ അൽത്താഫ് മോനെ ബറക്കത്തുള്ള ഒരു മോനാക്കണേ റഹ്മാനെ. അപ്പൊ എന്തേ നമ്മൾ പറഞ്ഞതെന്നറിയോ? എന്തേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട എന്തേ പറഞ്ഞത്? അതെ, ഈസാ. അങ്ങനെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ മുന്നിൽ തന്നെ ഇരിക്കണം. അള്ളാഹു നിങ്ങളെ എല്ലാ വിഷയത്തിലും മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. ഖൈറായ വിഷയത്തിൽ ആമീൻ പറ. എല്ലാവരെയും അള്ളാഹു മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. അതെ, ഈസാ നബിയുടെ ഉമ്മ, ഈസാ നബിന്റെ ഉമ്മക്ക് മഹത്വമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ഉമ്മ ആരാണ്? എന്റെ ഉമ്മ പാടി തന്നതാ. ആമീന ബീവിക്കോ മനമോനെ, ആരിലും താനിലും തിമ്പത്തേനെ, അലങ്ങൾക്കാകെയുള്ള റസൂല്
അതിയോൻ പുകഴ്ത്തുള്ള ഹബീബ്. കുറേ കാലം മുന്നേ കേട്ടുപഠിച്ചതുകൊണ്ട് ബാക്കി ഓർമ്മയില്ല, വൈറസ് കയറിപ്പോയി. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മഹാനായ ഈസാ നബിയുടെ ഉമ്മ ഈസാ നബിയെ പറ്റി, കാരണം ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് ബാപ്പയില്ല. അല്ലാഹു തആല അത്ഭുതകരമായ നിലക്ക് ബഹുമാനപ്പെട്ട ഈസാ നബിയെ പ്രസവിപ്പിച്ചതാണ്. ഈസാ നബിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബിയെ പ്രസവിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഈസാ നബിയുടെ ഉമ്മാക്ക് മനപ്രയാസം വന്നു. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ട് ജനങ്ങളെടുക്ക് പോകുമ്പോൾ ജനങ്ങൾ എന്താ എന്നോട് പറയുക എന്നുള്ള സങ്കടമുണ്ടായി. അപ്പോഴാണ് അള്ളാഹു പറയാണ്, ബഹുമാനപ്പെട്ട മറിയം ബീവിന്റെ ഉമ്മയോട് പറയാണ്. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. അല്ലാഹ് പറയാണ്, പരിശുദ്ധ ഖുർആനിലുള്ളതാ, എന്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നിന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഈത്തപ്പന മരങ്ങളുണ്ട് അവിടെ. അല്ലാഹു പറയാണ് ആരോട്? മറിയം ബീവിയോട് പറയാണ്, വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖ്ല. ഈത്തപ്പന മരം പിടിച്ച് കുലുക്കണേ. മറിയം ബീവി അവർകളെ പിടിച്ച് കുലുക്കിയാൽ തുസാഖിതു അലൈകി റുതബൻ ജനിയാ, നല്ല പഴുത്ത മുഴുത്ത ടേസ്റ്റുള്ള ഈത്തപ്പഴം അതിൽ നിന്ന് വീഴുന്നതാണ്. മറിയമേ, പിടിച്ച് കുലുക്കണം മറിയമേ. കൊടുത്ത കറാമത്താണ്. ആർക്ക്? പെണ്ണുങ്ങൾക്കും കറാമത്തുണ്ടാവും അല്ലേ? നഫീസ ബീവിക്ക് കറാമത്തുണ്ടാവൂലേ? അള്ളാന്റെ ഔലിയാക്കളായ പെണ്ണുങ്ങൾക്കും കറാമത്തുണ്ടാവും. അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിത്തമൈത്തേ ഖാതിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ നല്ല മകനായ ഹസനാരിലുൽ ബവീത്തേ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തേ ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. എന്നോടൊരു ബാപ്പ, ഇവിടെയുള്ള ഒരു പിതാവ് പറഞ്ഞു, എൻ്റെ മകള് എന്താ ഒരു മെഡിക്കൽ കോഡിങ്ങോ എന്തോ ഒരു കോഡിങ്ങിന് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ എക്സാം ആണ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. നഫീസത്തുൽ മിസ്രിയ എന്നുള്ള പേര് തന്നെ ബറക്കത്തുള്ള പേരാണ്. നല്ല മകനായ ഹസനാരിൽ ഉൽബവീത്തെ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തെ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തെ ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. അത് ഏത് മാലയിലുള്ള വരിയാ നിങ്ങൾക്കറിയോ? നഫീസത്ത് മാല. ഏത് മാല? നഫീസത്ത് മാല. അതുകൊണ്ട് നഫീസ എന്ന് പേരുള്ള പെൺമക്കൾക്ക് നഫീസ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല ധൈര്യം നൽകണം അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും വലിയ വിജയം ഞങ്ങളെ എല്ലാ ആൺമക്കൾക്കും പെൺമക്കൾക്കും. ഇവിടെ എന്റെ മുമ്പിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ വന്ന അൽത്താഫ് എന്ന പൊന്നുമോന് നല്ല ബറക്കത്തുള്ള കുട്ടിയാക്കണം അല്ലാഹ്. ആമീൻ. ഞാൻ വെറുതെ ദ്വാരക്കല്ല. ചില നാട്ടിലൊക്കെ ചെന്ന് മോനെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടും. അങ്ങനെയാണ്. ഉസ്താദുമാർക്കൊക്കെ സ്റ്റേജിൽ ഇരിക്കാനുള്ള സൗകര്യം സ്വാഗത സംഘം ഒരുക്കിയിട്ടുണ്ട് എന്ന് വളരെ സ്നേഹത്തോട് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും ബാക്കിലേക്ക് വെറുതെ നോക്കാൻ നിൽക്കണ്ട. അവർ മുന്നിലേക്ക് വരുമ്പോൾ കാണാൻ സ്ഥലമല്ലേ? 2 കസാര 4 കസാരയും കൂടി ഇടാനുള്ള സ്ഥലം പറയുന്നുണ്ട്. അല്ലാഹു തആല ബറക്കത്താക്കണേ അല്ലാഹ്. അപ്പൊ എന്തേ പറഞ്ഞറിയോ? അതുകൊണ്ട് അല്ലാഹു തആല എന്താ പറഞ്ഞേ? ബാവാ മുതുവിന് ഖുതുബായി വന്നവർ. അങ്ങനെ നഫീസ ബീവിയോട് അല്ലാഹ് പറയാണ്, മറിയം ബീവിനോട് അല്ലാഹ് പറയാണ്, ഈ തപ്പന മരം പിടിച്ച് കുലുക്കണേ.
പഴയ കാലത്ത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡോടുകൂടി മലയാളത്തിൽ ഖുർആൻ പരിഭാഷ എഴുതി ഇറക്കിയ ഒരാളുണ്ടായിരുന്നു. അയാളൊക്കെ മരിച്ചുപോയി. അയാളെ പേരാണ് CN അഹമ്മദ് മൗലവി. അയാൾ പറഞ്ഞു, അയാളെ പരിഭാഷയിൽ അയാൾ പറഞ്ഞു, അതിൽ പ്രത്യേകിച്ച് കറാമത്തൊന്നുമില്ല, ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയതല്ലേ, അപ്പൊ ഈത്തപ്പഴം കിട്ടിയതല്ലേ, അതിലെന്താ കറാമത്ത്, അതിലെന്താ ഇത്ര വലിയ അത്ഭുതം എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മലയാള പരിഭാഷയിൽ എഴുതിവിട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈത്തപ്പനം മരം കണ്ട മനുഷ്യന്മാര് പറയൂലേ പിടിച്ചു കുലിക്കാൻ ഈത്തപ്പഴം വീഴുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ് എന്ന് പറയൂലേ? പറയും. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പായ മരം പോലെ അല്ല. ഈ സാധു മനസ്സിലാക്കിയത് ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ പപ്പായ മരം പോലെ പിടിച്ചു കുലുക്കിയാൽ പഴം വീഴുമെന്നാ മനസ്സിലാക്കിയത്. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉസ്താദേ? അത് തെങ്ങിനെ പോലെയാണ്. തെങ്ങില്ലേ, തെങ്ങ് പിടിച്ചു കുലുക്കിയാൽ തേങ്ങ വീഴുവോ? വീഴൂല്ല. എന്താ കുട്ടി ഇങ്ങനെ ആക്കണ്? തേങ്ങ വീഴുവോ? അതും അറിയില്ലേ? അടച്ചോനത് ഏത് ആലമുല്ല അർവാഹില ജീവിക്കണെന്നാവും. മോനെ, തെങ്ങ് പിടിച്ച് കുലുക്കിയ തേങ്ങ വീഴൂല്ല. വീഴുവോ? ഇല്ല. ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയാൽ ഈത്തപ്പഴം വീഴൂല്ല. എന്നാൽ ഏത് കാലത്താണ് മറിയം ബീവി ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയത്? കനിയില്ല കാലം നീയെ കൊടുത്തോവർ. മുഹീദ്ദീൻ മാലയിലുള്ള വരിയ, കനിയില്ല കാലം നീയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന് കായാം നിറച്ചോവർ, കരിയല്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന് കായാം നിറച്ചോവർ. ഈത്തപ്പന മരത്തിന്റെ മുകളിൽ എന്നാ പഴമുണ്ടാവുക? അത് നല്ല ചൂടുകാലത്താണ് പഴമുണ്ടാവുക. ഈസാ നബിയെ പെറ്റത് തണുപ്പ് കാലത്താണ്. അന്ന് ഈത്തപ്പന മരത്തുമ്മൽ പഴം കായ്ക്കുന്ന കാലമല്ല. ആ കാലത്ത് അല്ലാഹ് പറഞ്ഞതാ, വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. വിഷമിക്കണ്ട മറിയമേ, ടെൻഷൻ വേണ്ട മറിയമേ, പഴം പിടിച്ചു കുലിക്കും, മരം പിടിച്ചു കുലിക്കോ, നല്ല പഴം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോള് നാട്ടുകാര് പറയാണ്, ആരോട്? ഞാൻ മുഹീദ്ദീൻ ശൈഖിനെ പെറ്റപ്പള്ള കഥയ്ക്ക് തെളിവ് പറയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബിയെ കൊണ്ട് ചെന്നപ്പോഴേ ആ ജനങ്ങൾ ചോദിച്ചു, എവിടുന്ന് കിട്ടി? കിദർ സേ മില യേ ബേട്ടാ, കിദർ സേ മില. ഈ ചെറിയ കുട്ടിയെ എവിടുന്നാ കിട്ടിയത്? ഈ ചെറിയ കൊച്ചു മോനെ, ഹറാം പറഞ്ഞ മോനെ എവിടുന്ന് കിട്ടി? കിദർ സേ മില, എവിടുന്ന് കിട്ടി എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ ഫഅശാറത് ഇലൈഹി, താഴെ കിടക്കുന്നു കുഞ്ഞ്. ആ കുഞ്ഞിലേക്ക് ചൂണ്ടി ബഹുമാനപ്പെട്ട മറിയം ബീവി. അതാണ് ഫഅശാറത് ഇലൈഹി. ആ കുഞ്ഞിനോട് ചോദിക്ക്, കുഞ്ഞ് മറുപടി പറയും. എന്റെ ചോരപ്പൈതൽ സംസാരിക്കും. ആ ചോരപ്പൈതലിനോട് ചോദിക്ക് എന്ന് ആര് പറഞ്ഞു? ചോദ്യം ബഹുമാനപ്പെട്ട മറിയം ബീവി കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, മിണ്ടുന്നില്ല. അപ്പൊ ജനങ്ങൾക്കത് മനസ്സിലായി. ജനങ്ങൾ പറയാണ്, മറിയമേ, ഈ കുട്ടി ആരാണ്? ഈ കുട്ടി ഒരിക്കലും ജനങ്ങൾ പറയാണ്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയാ. ഈ ചോര പൈതലായി അല്ലാഹ് നമ്മളെ ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ബറക്കത്തും ഹിമ്മത്തും ഇസ്സത്തും ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജയിച്ചതാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കാരന്തൂർ മർക്കസിൽ നിന്ന് സഖാഫി ബിരുദം വാങ്ങിയവരാണ് രണ്ടുപേരും. അല്ലാഹു തആല അവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ബറക്കത്ത്, ഇസ്സത്ത്, ഹിമ്മത്ത്, ആഫിയത്ത് ആമീൻ പറ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്, വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞ മോനെ? ജനങ്ങൾ പറഞ്ഞു, മറിയം ബീവിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയാ. ഇപ്പൊ പെറ്റ ചോരപ്പൈതലിനോട് സംസാരിച്ചിട്ട്, മോനെ നിങ്ങളെ ബാപ്പയാരാന്ന് ചോദിച്ചാൽ ഈ കുട്ടി മറുപടി പറയുകയില്ലല്ലോ മറിയമേ എന്ന് ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുമ്പോഴേക്കും ഇപ്പൊ പെറ്റ കുട്ടി അതാ സംസാരിക്കുന്നു. കാല, ആ കുട്ടി സംസാരിച്ചത് ഖുർആനിലുണ്ട്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഈസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഞാൻ അല്ലാഹുവിന്റെ മകനല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല.
ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അൽഹംദുലില്ലാ. നമ്മളെ പരിസരത്തുള്ള ജമാഅത്തുകളിൽ നിന്ന് തക്കിയാവുകളിൽ നിന്നൊക്കെ ഇമാമിയങ്ങൾ വരുമ്പോൾ അവരൊക്കെ ബഹുമാനിക്കണം എന്നാണ്. എങ്ങനെ റസൂലുള്ള പറഞ്ഞത് അൻസിലുൻ നാസ മനാസിലഹും എന്നാണ്. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞ മറിയം ബീവിന്റെ ചരിത്രം എന്തിനാ പറഞ്ഞ മക്കളെ? ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി സംസാരിച്ചപ്പോ എന്താ ഇപ്പൊ പെറ്റ ചോരപ്പൈതലാകുന്ന സയ്യിദുനാ ഈസ അല്ലാഹു തആല മാല കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരന് സ്വർഗത്തിൽ പോയി മാല അണിയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറ. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യത്തിൽ പറഞ്ഞ. എന്താ അയാളുടെ പേര്? മാല കൊണ്ടുവന്ന നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ വലിയിന്റെ പേരാണ്. ഡൽഹിയിലെ നക്ഷത്രം, ഇന്ത്യയുടെ നക്ഷത്രം, മഹാനായ വലിയായ നിസാമുദ്ദീൻ വലിയുള്ളാന്റെ കൂടെ സ്വർഗത്തിലെത്താൻ പ്രിയപ്പെട്ട നിസാം സാഹിബിനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. ആമീൻ പറഞ്ഞില്ലേ? ആമീൻ. ഇപ്പൊ കുട്ടി സംസാരിച്ചു. ഏത് കുട്ടി? ഈസാ അലൈഹിസ്സലാം. എന്താ പറഞ്ഞത്? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. എന്തല്ല? അല്ലാഹുവിന്റെ അടിമയാണ്. പിന്നെ എന്തല്ല? പുത്രനല്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ മറുപടിയാണ്. നമ്മൾ ആരോടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു കൂട്ടർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പുത്രനാണ്. ഈസാ നബി അലൈഹിസ്സലാം ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. എങ്ങനെ പുത്രൻ ഉണ്ടായത്? ഭാര്യയും ഭർത്താവും കൂടി എന്തോ പണിയെടുത്തപ്പോൾ ഉണ്ടായതാണ് എന്നൊക്കെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ. നമ്മൾക്ക് അവരോടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ വിശ്വാസം അതാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാന്റെ മഹാന്മാര് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് സ്ഥാനമുണ്ട്. അതാണ് ബാവമുതുവിനെ ഖുത്ബായി വന്നോവർ ബാനം ആദലിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർ തായും ബാവയും ആണോവർ. ഇരുന്നേ ഇരുപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. എന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞത്? അതാ സയ്യിദ് അവർ തായും ബാവയും ആണോവർ. സുൽത്താനുൽ ഔലിയ എന്നവർക്ക് ചെറുപ്പത്തിൽ തന്നെ സ്ഥാനപ്പേരുണ്ട്. പിന്നെ സയ്യിദ് അവർ തായും, അവരെ തായും അവരെ ബാവയും. ബാവ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബാവ മീൻസ് വാപ്പ. തായ് എന്ന് പറഞ്ഞാൽ മീൻസ് എന്താ? തായ് ഉമ്മ. തമിഴ്നാട്ടിന്റെ അടുത്തായതുകൊണ്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. തായ് എന്ന് പറഞ്ഞ ഉമ്മയെന്ന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. പഠിച്ചോനെ എല്ലാ ഭാഷയും പഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ഭാഷയും പഠിക്കൽ നല്ലതാ. എന്താ അറിയോ? പല ഗുണങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഭാഷകൾ പഠിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖ് അവർകളെ ഉമ്മ, അവരും അഹ്ലു ബൈത്താണ്. അവരെ ബാപ്പ, അവരും റസൂലുള്ളാഹിന്റെ കുട്ടിയാണ്. ആ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്. പ്രാമാണികമായ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. യൂശിക്കു അയ്യഅതിയ റസൂലു റബ്ബി ഫഉജീബ വഅന താരിക്കും ഫീക്കും സഖലൈനി അവ്വലുഹുമാ കിതാബുല്ലാഹ് വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ വഅഹ്ല ബൈതി. റസൂലുള്ളാഹ് പറഞ്ഞതാണ്. ആ ഹദീസ് തെളിവാണ്. റസൂലുള്ളാഹിയുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന്. കാരണം ലോക മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഞാൻ വഫാത്താകാൻ അടുത്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. യൂശിക്കു അയ്യഅതിയ റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതനായ അസ്റായീൽ വരാനുള്ള ടൈം അടുത്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അങ്ങനെ വന്നാൽ ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് രണ്ട് സംഗതി ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ച് പോവാണ്. അവ്വലുഹുമാ കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. രണ്ടാമത് ആ ഹദീസിൽ പറഞ്ഞത് വഅഹ്ലു ബൈതി, എന്റെ പേരക്കുട്ടികളാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ അതേ സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനത്തില് ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് സുപ്രസിദ്ധരായ ഒരുപാട് റസൂലുള്ളാഹിന്റെ
മക്കള് പരമ്പരയിൽപ്പെട്ട മഹാന്മാരെ പേര് പറഞ്ഞിട്ട് അതേ ഫഖ്റുർ റാസി തങ്ങൾ അതാ തെളിവ് പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ പറയാണ് എന്തെന്നറിയോ? ഇരുന്നേ ഇരുപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. മലക്കൂത്തിൽ അവര് രാജാവാണ്. എന്റെ പൊരയിൽ എന്റെ വീട്ടിൽ ഞാൻ രാജാവാണ്. എടീ ചായയിൽ മധുരല്ലല്ലോ എന്ന് പറഞ്ഞ് ചൂടാകുന്ന രാജാവാണ് ഞാൻ. എന്റെ ചൂടാകുന്ന പണി അവിടെ. എന്റെ അധികാരം എവിടെയാണ്? എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ മുമ്പിലാണ്. ചൂടാകൽ നല്ലതല്ല എന്നാണ് കിതാബിലൊക്കെ ഉള്ളത്. അല്ലാഹു തആല നമ്മളെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് തണുപ്പാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താങ്ങളാരും ദ്വാരക്കാത്ത? നിങ്ങൾക്ക് ചൂടില്ലേ? ഭയങ്കര ചൂടുണ്ട് ഇവിടെ. ഒരു AC വെക്കൽ നിർബന്ധമാണ്. പാടില്ല അങ്ങനെ. ദേശം വിഴുങ്ങി തഴവ ഉസ്താദിന്റെ വരിയാണ്. ദേശം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക തിന്നിട്ടുണ്ടോ മോനെ? സലാഹുദ്ദീന്റെ മകൻ നെല്ലിക്ക തിന്നിട്ടുണ്ടോ? ആദ്യം എന്താവും? കുറച്ച് കയ്പ് പോയാലുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. അല്ലാഹു തആല സ്വർഗത്തിലെ നെല്ലിക്ക തിന്നാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. നെല്ലിക്ക തിന്നുകയാണെങ്കിൽ അവിടെ പോയി തിന്നണം. അവിടെ എന്താണെന്നറിയോ? ആ സ്വർഗത്തിലുള്ള ഒറ്റ പഴവും ദുനിയാവിൽ അത്ര ടേസ്റ്റ് ഉള്ള വേറെ ഒന്നുമില്ല. ആര് പറഞ്ഞു? ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഈ കുട്ടിയെ സ്വർഗത്തിലാക്കി. അപ്പൊ അവനക്ക് ആഗ്രഹം വന്ന് എന്ത്? മുകുന്ദപുരം മുതൽ ഡൽഹി വരെ വലിപ്പമുള്ള വലിയൊരു വാഴപ്പഴം കിട്ടണം, കദളിപ്പഴം കിട്ടണം. വിചാരിച്ചാൽ മതി, സാധനം മുമ്പിലുണ്ടാവും. അല്ലാഹു തആല അങ്ങനെ വിചാരിക്കാനും കിട്ടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തമാശ പറയില്ല. എന്ത് വിചാരിച്ചാലും അവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വാഴ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ അധികാരം നമ്മളെ വീട്ടിലാണ്. മുഹൈദ്ദീൻ ശൈഖിന്റെ അധികാരം വീട്ടിൽ മാത്രമല്ല, ഏറും മലക്കൂത്തില് രാജാളി എന്നോവർ. മലക്കൂത്തിലാണ് അവരധികാരം. ആരാണ് മലക്കൂത്തിന്റെ ആൾക്കാരാരാണ്? അതേ സ്വാലിഹീങ്ങളാണ്, വലിയ വലിയ മഹാന്മാരുടെ അർവാഹികളാണ്. അതല്ലേ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞില്ലേ? വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി. ആകാശ ലോകങ്ങളുടെ അതീവ രഹസ്യങ്ങൾ, അതീന്ദ്രിയ രഹസ്യങ്ങൾ, രഹസ്യങ്ങളുടെ കലവറകൾ ആർക്ക്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബിയേ. ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബ്രായിൽ ഈശിം ദോഹിയേകിയേ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മലക്കൂത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഹിജ്റ പോകണം ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബ്രായിൽ ഈശിം ദോഹിയേകിയേ. ഈ വീടത്തിൽ ഇരിക്കുവാനല്ല പരന്റെ അരുൾ ജവന്റിട്ടപ്പോൾ തുളർ വാങ്ങിയേ. ഖബർ കെട്ട് പുറപ്പെടായി ഒരുങ്ങുന്ന തരത്തെ ഖലീലുള്ള സാറ ഉമ്മയുടെ അവസ്ഥകൾ തീരുത്തെ. അന്ന പോകുന്നു മൈക്കൊള്ളെ മനസ്സംഗം നൂരത്തെ. പത്തിനിമാരെ മുത്തിമണത്താനേ, മുഖം നെഞ്ചും ബത്തര സപ്പുത് ബെത്ത് വരുത്താനേ. ഉമ്മൈ കൂടെ ഞാനുമേ ഉണ്ടെന്നും കോവിമാനിത രാജാസ്വരൂപീരത്തിലെ മുക്കുകളൊക്കെ എടുത്ത് പിടർപത്ത് തമനിയമ്മാലും പല പണ്ടം ചമയത്ത് ചൊവ്വാതിൽ കേറ്റിയേ. അതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി. അതാണ് മാലയിൽ പറഞ്ഞത്, യറും മലകൂതിലെ രാജാളി എന്നോവർ. പിന്നെ പറയാ ബലത്തി ശരീഅത്തൻ നും കടൽ ഉള്ളവർ. ചെല്ലി ചെല്ലി
എന്നോട് നമ്മളെ അസ്ഹർ സാഹിബ് പറഞ്ഞ ഞങ്ങളെ ഈ മൂന്തപുരത്ത് എല്ലാവർക്കും മനപ്പാടുണ്ട് എന്നാ ചെല്ല് ബലത്ത് ശരീഅത്തും കാടൽ ഉള്ളവർ ഇടത്ത് ഹഖീഖത്തും കാടൽ ഉള്ളവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുത്ബായി വന്നവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. വലത്ത് ശരീഅത്തുണ്ട്, വലത്തെ ഭാഗത്ത് ശരീഅത്തുണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ, അതാണ് ശരീഅത്ത്. അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നബിയേ അവിടത്തേക്കൊരു ശരീഅത്തിനെ, ഇസ്ലാമാകുന്ന നിയമവ്യവസ്ഥകളെ തങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട് നബിയേ. എന്നിട്ട് അള്ളാഹ് അതിന്റെ ബാക്കിൽ പറയാണ്, ഖുർആനിലുള്ളതാണ്, ഫത്തബിഅഹാ, ആ ശരീഅത്തിനെ പിൻപറ്റണം നബിയേ, ശരീഅത്തിനെ പിൻപറ്റണം. അത് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. അള്ളാന്റെ റസൂലിനേക്കാളും വലിയവരാരുമില്ല, ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല, ഒരു മലക്കുമില്ല. ഒരാള് പറഞ്ഞു ജിബ്രീൽ മുഹമ്മദുർ റസൂലുള്ളാഹിനേക്കാളും മേലെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹ് കുട്ടികളൊക്കെ മുന്നിക്ക് വരാൻ തുടങ്ങി. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അല്ലാഹു തആല അവരൊക്കെ എല്ലാ വിഷയത്തിലും ഖൈറായ വിഷയത്തിൽ അല്ലാഹ് ഒരുപാട് കുട്ടികൾ +2 പഠിക്കുന്ന മക്കളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ ശരീഅത്ത് പ്രകാരം ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ ഇങ്ങനെ മയ്യത്തിന്റെ മേത്തുനിന്ന് പേന് ഇറങ്ങി പോണ മാതിരി ആൾക്കാർ കുട്ടികളൊക്കെ ബാക്കിലേക്ക് പോകലാണ്. ഇവിടെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അള്ളാഹു കുട്ടികളെയും വലിയവരെയും ഖൈറായ വിഷയത്തിൽ മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്, മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. ആമീൻ. എന്താ ഉസ്താദ്, ഒരു കട്ടൻ ചായ കൊടുക്കാൻ പറ്റുമോ? എനിക്കല്ല, ഈ സദസ്സിലുള്ളവർക്ക് നമുക്ക് അടുത്ത വല്ല ഒരു പരിപാടി വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു കട്ടൻ ചായ കൊടുക്കൽ നല്ലതാണ്. ഉറക്കം വരാത്തവർക്ക് വരാനും വന്നവർക്ക് പോകാനും. കാരണം ചിലവർക്ക് തീരെ ഉറക്കം വരുന്നില്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ കുട്ടികൾ ഉറങ്ങും, ഇവിടെ ഒറ്റ കുട്ടി ഉറങ്ങണില്ല. പഠിച്ചവനെ ഈ കുട്ടികൾക്കൊക്കെ വയല് കഴിഞ്ഞതിന് ശേഷം പെരി പോയി മാത്രം ഉറങ്ങാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. അപ്പം എന്തേ നമ്മൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ടോ, അല്ലാഹ് പറയാ ഫത്തബിഅഹാ, ശരീഅത്തിനെ പിൻപറ്റണം. ആരോട്? മുഹമ്മദുർ റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചങ്ങായി പറഞ്ഞു, ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ അത്ര ഉഷാറില്ലാത്ത, അത്ര മെച്ചമില്ലാത്ത ഒരാളെ പറ്റി ഞങ്ങളൊരു മലപ്പുറം ശൈലിയാണ്. ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ചങ്ങാതി എന്നുള്ളത് നല്ല ഉദ്ദേശത്തിലാകുമ്പോൾ ചങ്ങാതി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നല്ല വാക്കാണ്. ഒരു ചങ്ങായി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു മോശ വാക്കാണ്. ആ ചങ്ങായിന്റെ പേരാണ് ആരെന്നറിയോ? സമഖ്ശരി, മിസ്റ്റർ സമഖ്ശരി. മൂപ്പര് നല്ല വിവരമുള്ള ആളാണ്. പക്ഷെ വിവരമുള്ളവർക്ക് തന്നെ ചിലപ്പോൾ ചില പന്തികേടൊക്കെ പറ്റുമല്ലോ. അങ്ങനെ അയാൾക്ക് ചില പന്തികേടുകളൊക്കെ പറ്റിയ കൂട്ടത്തിൽപ്പെട്ട ഒരു പന്തികേടാണ് ഏത് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനേക്കാളും സ്ഥാനമുണ്ട് എന്നത്. വാസ്തവത്തിൽ ജിബ്രീൽ റസൂലുള്ളാഹിനേക്കാൾ എത്ര താഴെയല്ലേ അല്ലേ? ജിബ്രീലു ഖാദിമുഹു എന്നാണ് നമ്മളെ സ്വലാത്തിൽ പറയുന്നത്. താജ് സ്വലാത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെ ഖാദിമാണ്? സേവകനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവകനാണ്. ബലത്ത് ശരീഅത്ത് ശരിക്ക് പഠിച്ചു വെച്ചോ. മാല പാടിയ മാത്രം പോരാ. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖിന്റെ വലത്ത് ഭാഗത്ത് ശരീഅത്തുണ്ട്, ഇടത്ത് എന്തുണ്ട്? ഇടത്ത് ഹഖീഖത്തുണ്ട്. ആ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കലാണ്. ആ ദീനിനെ മുറുകെ പിടിക്കണമെന്ന് ആരോടാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇപ്പൊ ചില കള്ളന്മാരായ ഔലിയ വേഷധാരികളുണ്ട്. എന്നിട്ടോ നിസ്കരിക്കൂല. എല്ലാ പെണ്ണുങ്ങളും കൈപിടിക്കും. എന്തിനാ? മുരീദത്താണ്. ആ പെണ്ണാരാണ്? മുരീദത്താണ്. ഓളിന്റെ മോളാണ്. ഓന ഏറ്റവും വലിയ ശൈത്താൻ. ഓൻ ശൈഖല്ല, ശൈത്താനാണ്. ഓൻ സയ്യിദു ശയാത്തീനാണ്. ശൈഖുൽ മശായിഖല്ല, ശൈഖു ശയാത്തീനാണ്. ആര്? അങ്ങനെയുണ്ട് ചില ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ടല്ല, കള്ള ഔലിയാക്കന്മാർ, ഒറിജിനൽ ഔലിയാക്കന്മാരല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖീങ്ങളാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ.
എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലദീന ആമനു, യഥാർത്ഥ ഔലിയാക്കൾ ആരാണ്? അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. വകാനൂ യത്തഖൂൻ, അവർ യഥാർത്ഥ മുത്തഖീങ്ങളാണ്. അവർ ഹറാമ് ചെയ്യൂല. എന്തിനധികം ഇവിടെ ഞാൻ പരത്തി പറയുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ യഥാർത്ഥ മുരീദായ ഒരു മുരീദ് തന്നെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ്. നിസ്കാരത്തിൽ തല തുറന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ അവൻ ഒറിജിനൽ മുരീദാവൂല എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാം ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ശൈഖന്മാരുടെ യഥാർത്ഥ മുരീദ് ആരാണ്? ആ ശൈഖിന്റെ ഒരു പദവിയും ഒരു കൽപ്പനയും തെറ്റിക്കാത്തവരാണ്. അല്ലാഹ് പറഞ്ഞിട്ടില്ലേ എന്ത് പറഞ്ഞു? അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലാഹ് പറയാണ്, അല്ലാഹനെ നിങ്ങൾ വഴിപ്പെടണം, റസൂലുള്ളാഹിനെ വഴിപ്പെടണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളോട് കൽപ്പിക്കാൻ അർഹതയുള്ള ശൈഖന്മാരെ നിങ്ങൾ വഴിപ്പെടണം എന്ന്. അതുകൊണ്ട് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശൈഖായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടലാണ്. നിങ്ങൾ അറിയൂലേ, റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ സഹോദരിയുടെ മോനാണ് സുബൈർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ സഹോദരിയുടെ മോനാണ് ആര്? മോനെ പറ. സുബൈർ റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ ഏത് പെങ്ങളെ മോന? റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ വാപ്പാക്ക് 19 മക്കളാണ്. 13 ആൺമക്കൾ, 14, 15, 16, 17, 18, 19 6 പെൺമക്കൾ. ആർക്ക്? അബ്ദുൽ മുത്തലിബ് എന്നവർക്ക്. അതില് സഫിയ ബീവിന്റെ മോനാണ് ആര്? സുബൈർ എന്നോര് മോനാണ് ആര്? ഉർവത്ത് എന്നവര്. അവർക്കൊരു രോഗം വന്നു. അപ്പൊ ഡോക്ടർമാര് അക്കാലത്ത് പറഞ്ഞു കാല് മുറിക്കണമെന്ന് പറഞ്ഞു. ആർക്ക്? സുബൈർ എന്നവരെ മകനായ ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന് കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കാല് മുറിക്കണമെങ്കിൽ എന്താ ചെയ്യ? കാല് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. റബ്ബേ, ഞങ്ങൾക്കാർക്കും വിരലുകളോ കാലുകളോ കട്ട് ചെയ്യപ്പെടുന്ന രോഗം നൽകരുതേ അല്ലാ. വിരല് തരിപ്പ് ആകുന്ന രോഗം നൽകരുതേ അല്ലാ. ഉള്ള ഷുഗറുകൾ, പ്രഷറുകൾ, പ്രമേഹങ്ങൾ, പ്രഷറും ഷുഗറും റബ്ബേ എല്ലാം ശിഫയാക്കണം റഹ്മാനേ. ഉർവത്ത് എന്നവർ നിങ്ങൾക്ക് അറിയോ? ഉർവ എന്ന പേരിൽ മദീനയിൽ ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അതെന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ആ ഉർവ റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണർ ആയ സമയത്ത് അവരുടെ ഭരണസിരാ കേന്ദ്രം ഉണ്ടായിരുന്ന സ്ഥലം അതാണ് ഉർവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ സൗദി ഗവൺമെന്റ് അവിടെ നല്ല ചരിത്ര കേന്ദ്രമായി പ്രത്യേകം വേലി കെട്ടിയിട്ട് പ്രത്യേകം ഇംഗ്ലീഷിലും അറബിയിലും ബോർഡ് വെച്ചിട്ട് ആ സ്ഥലം സംരക്ഷിക്കുന്നുണ്ട്. ആ മഹാനായിരിക്കുന്ന ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ പറഞ്ഞു ഡോക്ടർമാര്. വേദന അറിയൂലേ? വേദന അറിയാതിരിക്കാൻ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞു. അല്പം കള്ളു കുടിച്ചാൽ വേദന വരൂല്ല. മഹാനവർകൾ പറഞ്ഞു ഇല്ല, ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അബൂജാഹിൽ കുടിച്ച സാധനമാണ് കള്ള്. പുറപ്പേട്ടബുജാഹിലുടൻ കിബർ പൊങ്കിയലും ദിലിബാസ് ചമൈന്ത് പുതുമാ ഹസബീട്ട് കൽബൈ തഹരീർ മുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉള്ള മേൽമചട്ടകളും ആയിരം നാടച്ചോട്ടികളും പല പണി പുതുവായി എടുത്തൊരു തമ്പിരൽക്ക് പതിത്തിടലായി മറിയോ സുവനം പല ജൗഹറും ബെത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കിബിറത്തിനയെ റുവദത്തിനയും ചിതമായി പുനയവനാഗവജ്രമാം ഓരോ വാൾ കഴിക്കകമേ നടുമേട പട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഇത് തിലടോത്ത് മതിത്തിടവേ. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയെഴുണ്ട്. അബൂജാഹിൽ കള്ളു കുടിച്ചിട്ടാ ബദറിലേക്ക് പോയത്. അപ്പൊ ഉർവത്തെന്നവര് പറഞ്ഞു ഇല്ല, ഞാൻ കുടിക്കൂല.
കുടിക്കൂല. അബൂജാഹിലിന്റെ ചീഞ്ചലം, ഫിറഔനിന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചീഞ്ഞൊഴുകുന്ന ജലം, അതൊക്കെയാണ് നരകത്തിൽ വെച്ച് കള്ളുകുടിയന്മാർക്ക് കുടിക്കാൻ കൊടുക്കുക. അതുകൊണ്ട് ഞാനത് കുടിക്കൂല. അപ്പൊ നിങ്ങളെ കാല് മുറിക്കണ്ടേ, അതല്ലാതെ വേറെ ചികിത്സ ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോ, ഞാൻ സുജൂദിൽ പോകുമ്പോൾ എന്റെ കാല് നിങ്ങൾ മുറിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അതാ സുജൂദിൽ പോയ സമയത്ത് അവരെ കാലിന്റെ കാൽപാദം കട്ട് ചെയ്തു. കാൽപാദം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചൂടാക്കിയ എണ്ണയിൽ, സൈത്തെണ്ണയിൽ മുക്കലാണ് അന്നത്തെ ചികിത്സ. കഴിഞ്ഞിട്ട് ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ എന്റെ കാല് മുറിച്ചില്ല? കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. അതാ നിസ്കാരം, അതല്ലേ അവരെ നിസ്കാരം, മഹാന്മാരെ നിസ്കാരം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിസ്കാരം അങ്ങനെയാണ്. അതാരാണ്? റസൂലുള്ളാഹിയുടെ മാമിയുടെ മോനാണ്, റസൂലുള്ളാഹിയുടെ അപ്പച്ചിയുടെ മോനാണ്. ആര്? സുബൈർ റളിയല്ലാഹു അൻഹു, അവന്റെ മോനാണ് സയ്യിദുനാ ഉർവത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് കള്ള് കുടിക്കാൻ തയ്യാറല്ല. അതാണ് ബലത്ത് ശരീഅത്തെന്നും കാടൽ ഉള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടൽ ഉള്ളവർ. നമ്മളെ നിക്കാഹിന്റെ മജ്ലിസൊക്കെ, കാനോത്ത് നിക്കാഹിന്റെ മജ്ലിസൊക്കെ ആണും പെണ്ണും കൂടി മിക്സ് ആകുന്ന ഒരു വൃത്തികെട്ട മജ്ലിസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നിക്കാഹിന് ഏറ്റവും നല്ലത് പള്ളിയാണ്. പള്ളിയിൽ പിന്നെ ആ മജ്ലിസിൽ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഔലിയാക്കന്മാരെ നിക്കാഹൊക്കെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അടുത്ത വരിയിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാതിരുന്നാൽ വിശദീകരിക്കാൻ പോയാൽ മാലപ്പാട്ട് പറയാനും പാടാനും ടൈം ഉണ്ടാവൂല. ആകാശത്തും മേലും നിങ്ങൾക്ക് ചെറിയ ക്ഷീണം വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും എണീച്ചു നിൽക്കി, എല്ലാവരും എണീച്ചെന്ന് സ്വലാത്ത് അല്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മൗത്തിന്റെ നേരത്ത് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. നിങ്ങൾ ദുആർക്കൂലേ? സ്വലാത്ത് അല്ലൂലേ? എങ്ങനെ? നാലാമത്തെ വരി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖദീജ ബീവിനെ തവസ്സുലാക്കാൻ പോവാണ്. മുഹിദ്ദീൻ ശൈഖിന്റെ ഉമ്മാമയായ ഉമ്മൂമയായ ഖദീജ ബീവിയെ തവസ്സുലാക്കുകയാണ്. നതവസ്സൽ ബിൽ ഹുബാബ വൽ ബതൂലിൽ മുസ്തതാബ. ഈ മജ്ലിസിൽ എണീച്ചു നിൽക്കാൻ പറഞ്ഞപ്പോ ഈ സഹോദരിമാര് എണീച്ചു നിന്നു. ഖദീജ ഉമ്മാടെ പൊരുത്തം, ഞങ്ങളെ ഉമ്മയാണ് ബീവി ഖദീജ. അവരെ ബറക്കത്ത് ഈ മജ്ലിസിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ മജ്ലിസുകളും നതവസ്സൽ ബിൽ ഹുബാബ, അൽ ഹുബാബ ഖദീജ ബീവിയുടെ ബറക്കത്ത് നൽകണം അല്ലാഹ്. നതവസ്സൽ ബിൽ ഹുബാബ വൽ ബതൂലിൽ മുസ്തതാബ വന്നബി ثم صحابة فعسى دعوى مجابة. അവന്റെ മനസ്സിലെ മുറാദ് കരുതിയിട്ട് ഉറക്കെ ചൊല്ലി മക്കളെ, മുഅ്മിനീങ്ങളെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. നമ്മൾ പേര് വിളിക്കേണ്ടവരെ വിളിച്ചാല് ഗുണം കിട്ടും. ഞാൻ ഇത്തവണ ജയിലിലാകേണ്ട ആളാണ്. അത് ഞാൻ പറയാം, ലാസ്റ്റ് പറയും, കെട്ടുകഥ പറയല്ല. ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയും കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. അല്ലാ, ഈ ബംഗാളികൾ വന്ന് എല്ലാവരും ഹിന്ദി പഠിച്ചു പോയി.
എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും ഇരുന്നല്ല, കുട്ടികൾ പോലും ഇരുന്നു. ഓനെ അല്ലാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ, എല്ലാ മക്കൾക്കും എന്നെ പോലെ താടി മീശയിൽ നരച്ച മക്കളടക്കം എല്ലാവർക്കും ബറക്കത്ത് ഖൈർ നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ശരീഅത്തില്ലാതെ ഒരു വലിയും വലിയാവൂല. ആർക്കും ശരീഅത്ത് ബാധകമല്ലാത്ത ഒരൊറ്റ മഖ്ലൂഖുല്ല. തക്ലീഫ് ഉണ്ടോ, ബുദ്ധി ഉണ്ടോ, തന്റെ ഇടമുണ്ടോ, വിവേകം ഉണ്ടോ, തംയീസ് ഉണ്ടോ, ശരീഅത്ത് വേണം. ഹേയ്, അത് ഔലിയാക്കന്മാർക്ക് ശരീഅത്തില്ല. ഓൻ ത്വരീഖത്തിന്റെ ഒലക്കപ്പുണ്ണാക്കിന്റെ 8 പീസ് പാസ്സായ ആളാ. ഓനക്ക് ശരീഅത്ത് ബാധകല്ല. ഓന് സർവ്വ പെണ്ണിന് കൈ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ശൈത്താന്റെ ആൾക്കാരാണ്, അള്ളാന്റെ ആൾക്കാരല്ല. ഔലിയാഉല്ലാഹി അല്ല, അള്ളാന്റെ ഔലിയാക്കൾ അല്ല. അവർ ഔലിയാഉ ശൈത്താനാണ്, ശൈത്താന്റെ ഔലിയാക്കന്മാരാണ്. അതാ ഞാൻ പറഞ്ഞത്, തന്റെ ഇടം ഉണ്ടാകുമ്പോ ശരീഅത്ത് ബാധകമാകാതിരിക്കൂല്ല എന്ന്. തന്റെ ഇടം ഇല്ലാത്ത ചില സംഗതിയൊക്കെ ഉണ്ടാവും, അങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടാവും. അതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് തന്റെ ഇടം പോയി. എന്താ പോകാൻ കാരണം? തമീസ് പോകാൻ കാരണം എന്താ? പ്രേമിച്ചതാണ്. ആരെ പ്രേമിച്ചു? ഉമർ ഇബ്നു ഖത്താബ് പ്രേമിക്കേണ്ട ആളെ പ്രേമിച്ചു. നമ്മക്കൊക്കെ പ്രേമിക്കൽ ഫർളാണ്, നമ്മളൊക്കെ പ്രേമിച്ചോളണം. ഞങ്ങളോട് പറയാണ്, നിങ്ങൾ പ്രേമിക്കണം. ആരാ പറഞ്ഞത്? അല്ലാഹ് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹനെ പ്രേമിക്കണം, റസൂലുള്ളാഹിനെ പ്രേമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. റസൂലുള്ളാഹി വഫാത്തായപ്പോ ചില സ്വഹാബികൾ പറഞ്ഞു, വഫാത്തായ നേരത്ത്, ആ നേരത്ത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ചരിത്രം പരിശോധിക്കാം കിതാബുകളിൽ. മുതഅല്ലിമീങ്ങളെ, അന്ന് തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബഹി കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹിയുടെ പനിക്ക് നല്ല സുഖമുണ്ട്, നല്ല സമാധാനമുണ്ട്, തലവേദനയ്ക്ക് നല്ല സൗഖ്യമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ ഈ സൗഖ്യം കണ്ടപ്പോൾ, റാഹത്ത് കണ്ടപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. എത്രയോ ദിവസമായി അവരൊന്ന് വിശ്രമിച്ചിട്ട്, എത്രയോ ദിവസമായി സ്വഹാബത്തൊന്ന് നല്ലപോലെ ആഹാരം കഴിച്ചിട്ട്, നല്ലപോലെ ഉറങ്ങിയിട്ട് ദിവസങ്ങൾ പലതായി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വീട്ടിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സുൻഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മദീനയിലുള്ള സുൻഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എല്ലാവരും പോയ സമയത്ത് കുറച്ച് കഴിയുമ്പോഴേ, അതേ വെയിൽ ചൂടായപ്പോഴേ ഒരു 8:30-9 മണിയാവും. അത് ഞാൻ സുമാർ പറയാൻ, നീ എവിടെ 8:30 മണിയായിന്ന് കിതാബിലുണ്ടോ? അതിന്റെ സനത എവിടെയെന്ന് വെച്ച് വരാൻ നിൽക്കണ്ട. അതായത് വെയിൽ ചൂടായപ്പോ 8:30-9 മണിയാകുമ്പോഴേ എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി വളരെ ശക്തമാവുകയാണ്. പനി ശക്തമായാലും റസൂലുള്ളാഹിക്ക് പ്രയാസം വന്നിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി ളുഹറിന്റെ മുമ്പായിട്ട് ളുഹാന്റെ ടൈമിൽ വഫാത്താവുകയാണ്. ആയിഷ ഉമ്മ ബീവിയുടെ നെഞ്ചത്ത് തലവെച്ചിട്ട് ഹബീബായ തങ്ങൾ വഫാത്താവുകയാണ്. വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ പനി ശക്തമായപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അവരൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഇത് കേട്ട് റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തിരുനബിയോട് ഉള്ള സ്നേഹം കൊണ്ട്, അടങ്ങാത്ത പാരമ്യം കൊണ്ട്, സ്നേഹത്തിന്റെ പാരമ്യം കൊണ്ട് തിരുനബി തങ്ങൾ വഫാത്തായി എന്ന് ഉൾക്കൊള്ളാൻ ഉമറിന്റെ മനസ്സിന് സമ്മതമില്ല. ഉമറിന്റെ മനസ്സിന് പാകമാകുന്നില്ല. ഹബീബായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാ വരുന്നത്. ആരാ പറഞ്ഞത് എന്റെ റസൂൽ വഫാത്തായി എന്ന്? ആരെങ്കിലും പറഞ്ഞവനെ ഞാൻ കണ്ടാൽ അവന്റെ തലയും അവന്റെ ഉടലും 2 കഷ്ണമായി ഈ വാളുകൊണ്ട് ഞാൻ ഖണ്ഡിക്കും. ഉറപ്പാണ്, ഖണ്ഡിക്കും, ഉറപ്പാണ്. വല്ലാഹ് ഞാൻ അറുക്കും അവനെ. റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയേ. എന്തെങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? മാ തഖൂലൂൻ, ക്യാ ബാത് ഹേ, क्या बोलेगा? നിങ്ങൾ എന്താ പറഞ്ഞ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്തിഖാൽ ഹോ ഗയാ എന്നാണോ പറഞ്ഞത്? ആ പറഞ്ഞത് ശരിയല്ല.
അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വരും. മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്ന പോലെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. വന്നിട്ട് തിരുനബി മരിച്ചു എന്ന് പറഞ്ഞവന്റെ കൈയും കാലും അല്ലാഹുവിന്റെ റസൂല് ഖണ്ഡിക്കുമെടാ. ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഭ്രാന്തായിട്ട്, ഭ്രാന്തമായ ദേഷ്യത്തോടെ ആ ദേഷ്യാണ്. തമീസ് പോയി. തമീസ് പോയാ പിന്നെ അങ്ങനെ, അതായത് വകതിരിവില്ല. ആ ടൈമിൽ ആ ഒരു ജെറുബിന്റെ ഹാലാണ്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ ഔലിയാക്കന്മാർക്കും അള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഉണ്ടായേക്കാം. ഇതിപ്പോ ചില ആൾക്കാർ എങ്ങനെയെന്നറിയോ, ഓൻ വലിയ അവൻ വലിയ ഷെയ്ഖ. ഓന് എന്നുള്ളത് ഞങ്ങളെ മലപ്പുറം ശൈലിയാട്ടോ. ഓൻ വലിയ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അവൻ വലിയ ഷെയ്ഖ് എന്നർത്ഥം. അവൻ വലിയ ഷെയ്ഖ. പെണ്ണുങ്ങൾ വരുമ്പോൾ ഓൻ ഷെയ്ഖ. എല്ലാവരും കൈ പിടിക്കും, പുറത്ത് ഒയ്യും, തലമ്മൽ ഒയ്യും, തലന്റെ അടിയിൽ ഒയ്യും, മുന്നൂർ ഒഴിയും, എല്ലാ സ്ഥലത്തും ഒഴിഞ്ഞു കൊടുക്കും. കാരണം എന്താ, തങ്ങപ്പാപ്പല്ലേ, ഷെയ്ഖല്ലേ. എന്നിട്ടോ നിസ്കരിക്കുന്ന സമയത്ത് അപ്പൊ ഷെയ്ഖൂഹത്തൊന്നുമില്ല, ഈ ഷെയ്ഖാകലൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുബൈന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുകാരൻ മൂപ്പർക്ക് അത് അദ്ദേഹത്തിന് അത് ബാധകല്ല. നിസ്കരിക്കൂല, ഒന്നും ചെയ്യൂല. അങ്ങനെ ഒരു ഷെയ്ഖില്ല. ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, ദുനിയാവിനോടൊരു ബന്ധം ഉണ്ടാവില്ല. ദുനിയാവിന്റെ പൊന്നിങ്ങനെ കിട്ടുമ്പോ, പൈസ അങ്ങനെ കിട്ടുമ്പോ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അങ്ങനെ കിട്ടുമ്പോ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഇപ്പൊ അടുത്ത കാലത്ത് വഫാത്തായി പോയ ഷെയ്ഖ് ബഹുമാനപ്പെട്ട കുണ്ടൂര് അബ്ദുൽ ഖാദിർ മുസ്ലിയാര് എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മൂപ്പരെ കയ്യിൽ കിട്ടിയത് 1/2 മണിക്കൂർ കൊണ്ട് എല്ലാവർക്കും കൊടുത്ത്. നമ്മളെ എന്റെ നാട്ടിന്റെ അടുത്താണ്, ഞാൻ തന്നെ പലപ്പോഴും കണ്ടതാണ്. ലക്ഷങ്ങൾ കിട്ടിയാൽ 1/2 മണിക്കൂർ കൊണ്ട് അതൊക്കെ പാവങ്ങൾക്ക് കൊടുത്ത്. നമ്മളെ മറിയം താത്താക്ക് കൊണ്ടേ കൊടുത്താളെന്ന് പറയും. ഒരു മറിയം താത്ത ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ദുനിയാവിനോട് പ്രേമില്ല. അതാണ് ബലത്ത് ശരീഅത്തും കടൽ ഉള്ളവർ, ഇടത്ത് ഹഖീഖത്തും കടൽ ഉള്ളവർ. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി നിങ്ങൾ കേൾക്കണോ? ഒരു കാമൽ നിന്നിട്ടോ ഒരു ഖാത്തം തീർത്തോവർ, ഒരു ചൽ മുതലായി 3 ആണ്ട് കാത്തോവർ. അതാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ശരീഅത്ത്. കണ്ടങ്ങള്, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ഒരു കാമൽ എന്ന് പറഞ്ഞ ഒറ്റ കാലിലിങ്ങനെ നിന്നിട്ട് ഇശാക്ക് ശേഷം സുബഹിന്റെ മുമ്പായി ഒരു ഖത്മു ഖുർആൻ ഓതി. അൽഹംദുലില്ലാഹ്. ഇന്ന് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു യാസീനോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയ ആൾക്കാരുണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ഇന്നത്തെ ദിവസം ഖുർആന്റെ ഒരു സൂറത്ത് ഓതിയ ആൾക്കാർ, ഒരു സലാഹുദ്ദീന്റെ മോനെ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ടല്ലോ. ഇശാ നിസ്കരിച്ചിട്ടില്ലേ? ഐഷാൻസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കണില്ലേ? ഖുർആന്റെ ഏറ്റവും പോരിശാക്കപ്പെട്ട സൂറത്തല്ലേ. അപ്പൊ ഒറ്റ സൂറത്തും ആരും ഓതിയിട്ടില്ലെങ്കിൽ ഓൻ നിസ്കരിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ ഒറ്റ കാമല് നിന്നിട്ടൊരു കാലും മേൽ നിന്നിട്ടൊരു ഖത്തം തീർത്തു ഒറ്റ രാത്രി കൊണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് സംശയം, ഈ സംശയ രോഗമാണ് എല്ലാത്തിനും പ്രശ്നം. ചില ആൾക്കാരെ സംശയം എന്താ, മുസ്ലിയാരെ അതെങ്ങനെ ഉണ്ടാവോ? ഓന്റെ ഒരു സംശയം ആനത്തല പോലുള്ള സംശയമാണ്. ഓന്റെ തലന്റെ സംശയം. ആ സംശയം പോണെങ്കിൽ പഴയ ചാക്കുണ്ട്, പഴയ ചാക്ക് നനച്ചിട്ട് തലന്റെ മുകളിൽ ഇട്ടാൽ മതി. എന്നാൽ തലക്കൊരു സുഖം ഉണ്ടാവും. എന്നാൽ സംശയരോഗം പോകാൻ നല്ലതാണ്. ചങ്ങാതി, അല്ലാഹു തആലാന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല ടൈം ചുരുക്കി കൊടുക്കും. അതല്ലേ 10,000 ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ് ഒരു രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് ആര് പോയി വന്നത്? മുഹമ്മദ് മുസ്തഫ. എവിടെ പോയി വന്നത്? ആ ഫലസ്തീനിൽ പോയി വന്നു. നമുക്ക് അല്ലാഹു അവിടെ പോകാൻ, ബൈത്തുൽ മുഖദ്ദസിൽ, മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെ മാത്രമല്ല, അതിന്റെ അപ്പുറത്തും പോയി. മിഅ്റാജ് രാവിലെ പോയി. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് എന്റെ ഉമ്മ പാടി തന്ന പാട്ടുകൾ അതൊക്കെ. ഇപ്പൊ എന്തൊക്കെയാ പാടല്? അല്ലാ, പാലാപ്പള്ളി പുതുപ്പള്ളി, ഈ സൈസ് പാട്ടുകൾ. അപ്പത്തെ പാട്ട്
ഞാൻ നാളെ ചോദിച്ചു ഈ പുതുപ്പള്ളി എവിടുത്തെ പള്ളിയാണ്? അത് ഏതോ നസ്രാനികളുടെ പള്ളിയാണ്. പൊന്നു മോനെ, ആ പള്ളിന്റെ ഫളായിൽ നമ്മൾ പാടിയിട്ട് എന്ത് കിട്ടാനാണ്? ഞമ്മക്ക് പാടേണ്ട പള്ളി പലതും ഉണ്ട് അല്ലേ? നമ്മൾ പാടേണ്ട പള്ളി ഏതാണ്? ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാൻ എത്തിക്കണമേ. പഴയ കാലത്ത് നമ്മുടെ കൊല്ലത്ത് നിന്ന്, മുകുന്ദപുരത്ത് നിന്ന്, കൊട്ടുകാട്ട് നിന്ന്, അതുപോലെയുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നും ഇങ്ങനെ ഹജ്ജിന് പോകാറില്ല, അതിന് കഴിവില്ല. അപ്പൊ ഒരാൾ പാട്ട് പാടിയ, മലപ്പുറം ജില്ലക്കാരൻ ഒരാൾ പാട്ട് പാടിയതാ. എന്താ പാട്ട്? ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ ശിഹാബ് ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും, കേട്ട ഓർമ്മ ഉണ്ടാവും. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. പാടുപാട്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ആ പാട്ട് ഇപ്പൊ എവിടെ എത്തി? ഹൗദുൽ കൗസറിന്റെ അവിടെ എത്തി, മക്കത്തെത്തി, മദീനത്തെത്തി അല്ലേ? മക്ക കാറ്റിനോട് വർത്താനം പറയുമ്പോഴും അതും മക്ക. കാറ്റിനോട് വർത്താനം പറയുമ്പോ റസൂലുള്ളാഹിനെ പറ്റി ഖാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്കാൻ നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മദ്ഹൂറും ഖിസ്സ പറഞ്ഞാട്ടെ. കാരക്ക കായ്ക്കുന്ന നാടേതാ? അത് കൊട്ടുപാട അല്ല. എന്റെ നാട് തെന്നലാന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അതാണോ? അതല്ല. മണപ്പള്ളിയാണോ? ആ പള്ളിയല്ല, മക്കത്തെ പള്ളിയാണ്. മണപ്പള്ളിയല്ല, മക്കപ്പള്ളിയാണ്. അതാണ് ആ പറഞ്ഞത്. ഏത്? ഓർമ്മയില്ലേ ആ പാട്ടൊക്കെ? അല്ലാ, ഓർമ്മ ഉണ്ടായാലും വേണ്ടില്ല, ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല. ഖുർആൻ മറക്കാതെ, വിക്റുകൾ മറക്കാതെ, കിതാബിന്റെ ഇബാറത്ത് മറക്കാതെ ബറക്കത്തുള്ള ഓർമ്മശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ.